ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങിയപ്പം എനിക്കിന്ന് കുറച്ചൊരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എനർജി നന്നായിട്ട് കിട്ടി, ഞാൻ കുറച്ചും കൂടി ആക്റ്റീവാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ചില മെഡിക്കേഷൻസ് ഒക്കെ ഒരുപാട് കാലമായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഉറക്കത്തിലൊക്കെ ഇംപ്രോപ്പറായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പ്രായമായുള്ള ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് പണ്ടത്തെ പോലെ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂറൊക്കെ അവർക്ക് ഉറങ്ങാൻ കുറച്ച് പാടായിരിക്കും. അവർ ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ ഉറക്കത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് എണീറ്റ് പോകുക അല്ലെങ്കിൽ സൗണ്ട് കേട്ടിട്ടൊക്കെ എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്ന് ഉറങ്ങി വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നല്ലൊരു ഉറക്കം അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ ഒരു ജനറേഷനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ പ്രോപ്പറായിട്ടൊരു സമയത്ത് കിടന്നുറങ്ങാറേ ഇല്ല. അല്ലെങ്കിൽ അവർ പോയി കിടന്നാലും അവരുടെ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഫോണുകളിലോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സുകളിലോ ഒക്കെ ആയിരിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ സമൂഹത്തിനുണ്ട്. ഒരുപാട് ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് തലവേദന, അല്ലെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഡേ ആവുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ശോധന കിട്ടുന്നില്ല, ക്ഷീണമാണ്, ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല, എപ്പോഴും ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കൃത്യമായിട്ടൊന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങിയപ്പം എനിക്കിന്ന് കുറച്ചൊരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എനർജി നന്നായിട്ട് കിട്ടി, ഞാൻ കുറച്ചും കൂടി ആക്റ്റീവാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ചില മെഡിക്കേഷൻസ് ഒക്കെ ഒരുപാട് കാലമായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഉറക്കത്തിലൊക്കെ ഇംപ്രോപ്പറായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പ്രായമായുള്ള ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് പണ്ടത്തെ പോലെ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂറൊക്കെ അവർക്ക് ഉറങ്ങാൻ കുറച്ച് പാടായിരിക്കും. അവർ ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ ഉറക്കത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് എണീറ്റ് പോകുക അല്ലെങ്കിൽ സൗണ്ട് കേട്ടിട്ടൊക്കെ എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്ന് ഉറങ്ങി വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിൽ ഈ ഒരു സ്ലീപ്പ് വേക്കപ്പ് സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നോർമലി നിങ്ങളിപ്പോൾ ഒരു സമയത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്, എന്നിട്ട് രാവിലെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എഴുന്നേൽക്കുന്നുണ്ടെന്ന് വരിക. ഈ ഒരു കിടന്നുറങ്ങുന്ന സമയത്തിൽ ഒരു ചേഞ്ചസ് വന്നു, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വേറെ സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ഉറക്കം ആ പ്രോപ്പർ ടൈമിൽ നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും നമുക്ക് ആ ഒരു സമയത്ത് ഉറക്കം വരണമെന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അമിതമായിട്ടുള്ള ക്ഷീണമോ നമുക്ക് ആ ജോലീൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കിടന്നുറങ്ങണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ അവിടെ വീണ്ടും ചേഞ്ചസ് വന്നു. അതാണ് ആ ഒരു സിർക്കാഡിയൻ ഋതത്തിലും കാര്യത്തിലെല്ലാം തന്നെ എന്തായി ചേഞ്ചസ് വന്നു. ആ ഒരു ബയോളജിക്കൽ ക്ലോക്കിൽ തന്നെ മാറ്റം വന്നതുകൊണ്ട് നമുക്ക് ആ പ്രോപ്പറായിട്ടുള്ള ആ ഒരു സമയത്തിൽ തന്നെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിയെന്ന് വരില്ല. ചില ആളുകൾ പറയാറുണ്ട്, രാത്രി ഉറക്കമേ വരാറില്ല, ഞാൻ ഈ ഒരു പുലർച്ചെ നേരത്തൊക്കെയാണ് കിടന്നുറങ്ങുന്നത് എന്ന്. അപ്പം അവരിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ആണ് വരുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു മോഷൻ്റെ പ്രോബ്ലം വല്ലാതെ നിൽക്കും. എല്ലാ ദിവസവും നമ്മൾ രാവിലെ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് ആ ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു ശോധന നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ആ ഒരു ദിവസം ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കാനൊക്കെ നന്നായിരിക്കും. പക്ഷേ ഈ പ്രോപ്പറായിട്ട് ശോധന ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ മൂഡ് ഔട്ട് പോലെ ആയിരിക്കും. ഒരു സുഖം കിട്ടുന്നില്ല, നമുക്കൊന്നും പറ്റാത്തൊരു അവസ്ഥയിലോട്ടൊക്കെ പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. ചിലപ്പോൾ പ്രായമാവുന്ന ആളുകളിൽ അത് ഒരു 6 to 7 അവേഴ്സിലോട്ട് പോകും. അത് നോർമലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഓവർ വെറീഡ് ആവുന്ന ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ 40 വയസ്സിൽ ഞാൻ 8 മണിക്കൂർ കിടന്നുറങ്ങി, ഒരു 50ഒക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ്. അതിൽ നമ്മൾ ടെൻഷൻ ആവുക വെറീഡ് ആവുക ഒന്നും ആവശ്യകതയില്ല. അല്ലാതെ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 25 വയസ്സൊക്കെ എത്തുമ്പോഴേക്കും അവർക്ക് ഈ ഉറക്കം കിട്ടുന്നില്ല, അവർ ഈ 12 മണിക്ക് ശേഷം മാത്രമാണ് ഉറങ്ങുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സ്ലീപ്പ് സൈക്കിൾ വളരെ ഫിക്സ്ഡ് ആക്കി വെക്കാൻ നോക്കുക. അതായത് നിങ്ങൾ രാത്രി ഇപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുക. പിന്നെ ഒരു 6 മണീൻ്റെ മുൻപൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുന്നേൽക്കാൻ നോക്കുക. എഴുന്നേൽക്കിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു എക്സസൈസ്, അതിപ്പോൾ നിങ്ങളുടെ പ്രാണായാമം പോലുള്ള എക്സസൈസ് ഉണ്ട്, ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നോർമലി നമ്മളെ ബോഡിക്കുള്ള ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവും ആയിരിക്കും. നിങ്ങളുടെ ഡൈജഷൻ കുറച്ചും കൂടി ഈസി ആവുകയും ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ശോധനയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഈ രാത്രി ഒരുപാട് സമയം ഫോണിൽ കണ്ടു കിടക്കുക, അല്ലെങ്കിൽ രാത്രിത്തെ ഭക്ഷണം തന്നെ കഴിക്കുക എത്ര മണിക്കാണ്, 10 മണിക്ക് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ്, അവരുടെ ശരീരം തന്നെ അവരെല്ലാ ദിവസവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 10 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 11 മണി 12 മണിയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങുക.
കിടന്നുറങ്ങും. ഈ ലേറ്റ് നൈറ്റിൽ ഫുഡ് കഴിക്കുന്ന ശീലം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ 10 മണിക്ക് കിടന്നുറങ്ങുക. അപ്പോൾ അതിൻ്റെ ഒരു 3 മണിക്കൂർ മുൻപേ എന്ന് പറയുമ്പോൾ ഒരു 7 മണിയൊക്കെ ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾ 7 മണി 7:30 ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഫുഡ് കഴിച്ചിരിക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഡൈജഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 9:30ക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് 10 മണിക്ക് കിടന്നുറങ്ങുന്നതും തെറ്റാണ്. 10 മണിക്ക് ഉറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് 9:30ക്ക് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം അതും നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മുടെ ബോഡിക്കൊക്കെ റെസ്റ്റ് കിട്ടുന്നത്, നമ്മുടെ ഓർഗൻസിനൊക്കെ റെസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഓർഗൻസ് ആ ഒരു സമയത്ത് ഉറങ്ങുന്നതിൻ്റെ ജസ്റ്റ് മുൻപായിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് നമ്മുടെ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് അവിടുന്ന് തുടങ്ങുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ നടക്കില്ല. അല്ലെങ്കിൽ വീണ്ടും അവിടെ ഓർഗൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ അവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. നമ്മൾ കഴിച്ച ഭക്ഷണം ഡൈജസ്റ്റായി അതിൽ നിന്ന് ഷുഗർ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണത്തിന് ആ ഒരു ഷുഗറിനെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഇൻസുലിൻ വേണം. ഈ ഒരു ഇൻസുലിൻ അവിടെ കൂടുതലായിട്ടും രാത്രി സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു ചെയിൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾ 10 മണിക്ക് മുൻപായിട്ട് ഭക്ഷണം കഴിക്കാം. അതൊരു 3 മണിക്കൂർ മുമ്പായിട്ട് കഴിച്ചിരിക്കണം. നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ചവച്ചരച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ കുറച്ച് സമയം ഇരുന്ന് നിങ്ങളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങുക. ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്റ്റാണ്. നമ്മുടെ ബോഡിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും കൊടുത്ത് രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഉറക്കം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ മെഡിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് ഉറക്കം കിട്ടാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ എന്നും സ്ട്രെസ്സാണ്, വർക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്ട്രെസ്സാണെങ്കിലും നമുക്ക് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് യൂറിൻ രാത്രി സമയങ്ങളിൽ കൂടുതൽ സമയം പാസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും അവർ ഈ നൈറ്റ് ടൈമിൽ യൂറിൻ കൂടുതൽ സമയം എഴുന്നേറ്റ് പാസ് ചെയ്യാറുണ്ട്. അപ്പം അതിനുള്ള റീസണിൽ ഒന്ന് നമ്മൾ ഈ ഉറങ്ങുന്നതിന് കുറച്ച് മുൻപായിട്ടൊക്കെ കൂടുതൽ വെള്ളം കുടിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഒരു 8 മണിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് യൂറിനൊക്കെ പാസ് ചെയ്യുക. അതൊക്കെ നമുക്ക് ഈ നൈറ്റ് ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനേഷനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നോർമലി ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും 9 മണിക്ക് മുൻപായിട്ടൊക്കെ നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹെവി ഫുഡുകൾ രാത്രി കഴിക്കാതിരിക്കുക. കഴിവതും ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഡൈജഷനും കാര്യങ്ങളൊക്കെ നടക്കും. ഈ ബിരിയാണി അല്ലെങ്കിൽ ഈ പൊറോട്ട ഐറ്റംസൊക്കെ നിങ്ങൾ രാത്രി കഴിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഉറക്കമൊക്കെ ലേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കഞ്ഞിയോ അല്ലെങ്കിൽ നോർമലി ചോറൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അത് നേരത്തെ വളരെ ചെറിയൊരു എമൗണ്ടിൽ കഴിക്കാൻ നോക്കുക. പിന്നെ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഈ ചായ, കോഫി, ബിവറേജസുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ആൽക്കഹോൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കഫീൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഉറക്കത്തിന് എന്ത് ചെയ്യും? അവിടെ സപ്രസ് ചെയ്യും. അപ്പം ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ രാത്രി ഉറങ്ങുന്നത് ജസ്റ്റ് മുൻപായിട്ട് ഒന്ന് കുളിക്കുക, ഒന്ന് ബോഡി വാഷ് ചെയ്യുക. തല കുളിക്കണം എന്ന് പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബോഡി വാഷും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റൂം കുറച്ചും കൂടി നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കൂളാക്കിയിട്ട് നമ്മുടെ റൂം വെക്കുക. പിന്നെ നമ്മുടെ റൂം എപ്പോഴും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് കിടക്കാനും ഉറങ്ങാനും ഒക്കെ കുറച്ചും കൂടി ഒരു കംഫർട്ടായിരിക്കും. നിങ്ങൾ ഈ വാരി വലിച്ച് എല്ലാം ഒരു റൂമിൽ കൊണ്ട് വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു നെഗറ്റീവ് എനർജിയാണ്, നമുക്ക് അവിടെ ഒരു സുഖമില്ല. ആ അറ്റ്മോസ്ഫിയർ എന്തായിരിക്കണം? നമുക്ക് ഓക്കെ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിലും കൂടുതൽ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് രാത്രി കഴിക്കാതിരിക്കുക. പിന്നെ വെള്ളം നന്നായിട്ട് കുടിച്ചിരിക്കണം. ഈ ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിരിക്കണം. പിന്നെ ഫോൺ യൂസ് ചെയ്യുക. നൈറ്റിൽ പോയിട്ട് ബെഡിൽ പോയിട്ട് കിടന്നിട്ട് ഫോൺ കണ്ട് കണ്ണിന് ക്ഷീണം വന്നിട്ടാണ് ഒട്ടുമിക്ക ആളുകളും കിടന്നുറങ്ങുന്നത്. അങ്ങനെയുള്ള ശീലമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ പരിപാടികളൊക്കെ കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ചെറിയൊരു രീതിയിലുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളും വരുമ്പം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വന്നോളും. രാത്രിയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വന്നോളും. അതുപോലെ തന്നെ ബോഡീനെ കുറച്ചും കൂടി കൂളാക്കുന്ന പാലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് പാലൊക്കെ രാത്രി കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒക്കെ നമുക്ക് സുഖമായിട്ടുള്ളൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നതിനേക്കാളും നല്ലത് എന്താണ്? നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് പ്രോപ്പറായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്ത് വളരെ എനർജറ്റിക് ആയിട്ട് കാമായിട്ട് നമ്മൾ കിടന്നുറങ്ങുക. അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഈ ഉറക്കം കിട്ടാത്ത ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് കാലമായിട്ട് ഉറക്കം കിട്ടാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും റീസൺസിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഈ ഡൈജഷൻ ഇങ്ങനെ ശരിയാവാത്ത ആളുകൾ അല്ലെങ്കിൽ IBS പോലെ പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ലീപ്പൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പ്രോസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഉറക്കം പ്രോപ്പർ ആവാതിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അമിത വണ്ണുള്ള ആളുകൾക്കുള്ളൊരു മെയിൻ പ്രശ്നമാണ് എന്ത്? അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ
കൂർക്കം വലിക്കുന്നത്. ഈ കൂർക്കം വലിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവരെ പെട്ടെന്ന് ആ ഒരു ബ്രീത്തിങ് അവിടെ പെട്ടെന്നൊന്ന് സ്റ്റോപ്പായി, ഒന്ന് ഹോൾഡായി, ഒരു ഓക്സിജൻ പെട്ടെന്ന് അവരോട് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊന്ന് അവിടെ സ്റ്റോപ്പാവും. കുറേ അവരിങ്ങനെ ശ്വാസം എടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ കൂർക്കം വലിച്ച് പെട്ടെന്ന് അവരങ്ങ് ഞെട്ടുമോ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. ഈ സമയത്തും അവർക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അവർ കൂടുതൽ സമയം കിടന്നുറങ്ങുക എപ്പോഴായിരിക്കുന്നത്, രാവിലെ തൊട്ട് ആ ഒരു 10 മണി വരെയൊക്കെ ഒരുപാട് സമയം അവർ കിടന്നുറങ്ങും, രാത്രി ഒന്നും പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യണം, വെയിറ്റ് എന്താണെങ്കിലും കുറയ്ക്കണം. വെയിറ്റ് അല്ലെങ്കിൽ വയറ് ചാടിയിരിക്കുന്ന ആളുകളാണെങ്കിൽ വയറ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ കൂടുതൽ ബോഡി ഹീറ്റാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഈ സ്പൈസസ്, അച്ചാറുകൾ, നോൺ വെജ് ഐറ്റംസൊക്കെ നിങ്ങൾ കഴിവതും ഒഴിവാക്കിയിട്ട് കുറച്ച് കൂളാക്കുന്ന ഈ പ്രോബയോട്ടിക്സും കാര്യങ്ങളും ഫ്രൂട്ട്സുകൾ ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക. ചിയാ സീഡ്സൊക്കെ അല്ലേ, അതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നന്നാരയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ബോഡി കുറച്ചും കൂടി ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഉറക്കം കിട്ടാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ളത്. പിന്നെ ഈ കുളിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഉറങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹെഡ് ബാത്തും കാര്യങ്ങളൊക്കെ പകൽ സമയത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഓവർ ഓയിൽ മസാജും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമുക്ക് ജസ്റ്റ് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വേണമെങ്കിൽ ഈ ചെവിയുടെ ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ മസാജൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ കൂടുതലായിട്ടും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരുപാട് കാലമായിട്ട് ഉറക്കം കിട്ടുന്നില്ല, ഒരുപാട് ടെൻഷനാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് കാരണമാണ് നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്തതൊക്കെ ആണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വെച്ച് വീണ്ടും കാണാം. നന്ദി.